സത്യനിക പടം ഞാൻ കണ്ടു. പക്ഷെ താടി എടുത്തെങ്കിലും അതിൽ ബോട്ടോക്സിൻ്റെ എഫക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും പഴയ വലിയ മാറ്റം വന്നിട്ടില്ല. മോഹൻലാലാണ് ഇപ്പോൾ. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമുണ്ട്, നല്ല ശരീരമുണ്ട്, എല്ലാം ഉണ്ട്. മോഹൻലാൽ ഇതൊന്നുമില്ല. മോഹൻലാൽ ഭാവാഭിനയമാണ്, ഫേസിലെ അഭിനയം. പക്ഷെ ആ ഭാവാഭിനയാണ് കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. ഓടിയേണ്ട സമയത്ത് ചെയ്തതാണ്. പുള്ളി ഈ ഫേസ് എക്സ്പ്രഷൻ്റെ മെയിൻ ആളാണ്. പുള്ളി അത് മാത്രമേ ഉള്ളൂ. അതാ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. എന്നാലും നടന്നതിന് ഇയാൾ ഫേസ് എക്സ്പ്രഷൻ വേറെ ഒരു നടന്നും പറ്റില്ല. ഇപ്പോൾ സത്യനിക സിനിമയിൽ മാറ്റിയെങ്കിലും താഴെ കളഞ്ഞെങ്കിലും ആ എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ സത്യനിക പടം എന്തിനാ ചെയ്യുന്ന വെച്ചാൽ, സത്യനിക പടം പറഞ്ഞാൽ എല്ലാ പടവും ഒരേ ട്രാക്കിലൂടെ പോകുന്ന പടമാണ്. അത് സലീം കുമാർ പറഞ്ഞ പോലെ ഒരേ ബസ് റൂട്ടിൽ പോകുന്നത് ബസ് പോലെയാണ്. ഒരു എക്സ്പെരിമെൻറ്റും ഇല്ല. ലാലേട്ടൻ മമ്മൂക്കിയെ പോലെ കുറേ പടങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യണം. പണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പം ലാലൻ താരത്തെ കാണുള്ളൂ, ലാലൻ നടന്നേ കാണുന്നില്ല. അത് ചുറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന റെഡിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇനി പഴയ മോഡലിനെ കിട്ടുമോ. മോഡൽ പണ്ട് നല്ലൊരു നടനായി. പിന്നെ ദേവൻ പറയുന്നു മമ്മൂട്ടി മികച്ച നടന്നും ലാലേട്ടനും ബ്രാൻഡുമാണ്. അങ്ങനെ ലാലേട്ടൻ ബ്രാൻഡിനൊപ്പം നല്ലത് നടന്നുകൂടെയായിരുന്നു. ഇപ്പം ആ നടനെ കാണുന്നില്ല. ഫാസ്റ്റിൽ ഇവരാരും മോഡലിന് മുമ്പ് ഒന്നുമല്ല, പഴയ മോഡലല്ല. ഇപ്പം എത്ര പറയുന്നു 30 വയസ്സിൽ മോഡൽ ചെയ്ത കഥാപാത്രമൊന്നും വേറെ ആരും ചെയ്തിട്ടില്ല. വളരെ കഴിവുള്ള നടനായിരുന്നു. പക്ഷെ ഇപ്പം ചുറ്റുള്ള ആൾക്കാർ കാരണം ഇതെല്ലാം പോയി. ദൃശ്യം 3 നല്ല മൂവിയായിരിക്കും. കാരണം സ്ക്രിപ്റ്റ് കറനായി. ജിത്തു ജോസഫിൻ്റെ അല്ലേ. ദൃശ്യം 3 നല്ല പടമായിരിക്കും, ഒരു സംശയമില്ല. ഞാൻ പറയട്ടെ, ഈ മുദ്രാനത്താൻ്റെ പറയുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ് സിനിമ ഉണ്ടാക്കുന്നത്. നല്ല ഇപ്പം എന്തുകൊണ്ട് പഴയ മോഹൻലാലിനെ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം പണ്ട് മോഹൻലാലിൽ വർക്ക് ചെയ്ത നല്ല റൈറ്റേഴ്സും നല്ല ഡയറക്ടേഴ്സും ആയിരുന്നു. ഇന്ന് അങ്ങനത്തെ ഫിലിം മേക്കേഴ്സ് ഇല്ല. അതുകൊണ്ട് പുള്ളിയുടെ പടങ്ങൾ മോശമാണ്. ഇപ്പോൾ ശ്രീനിവാസൻ ഉദയനാഥൻ ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവരെ ഉണ്ടാക്കുന്നത്. ദൃശ്യം 3 എന്തായാലും ഹിറ്റായിരിക്കും. കാരണം കൂടുതൽ സ്ക്രിപ്റ്റ് ആയിരിക്കും. ജിത്തു ജോസഫിൻ്റെ പടമല്ലേ. ദൃശ്യം 1 ഹിറ്റായത് സ്ക്രിപ്റ്റ് കാരണമാണ്. നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. നല്ല സ്ക്രിപ്റ്റ് എടുക്കുക കഴിഞ്ഞാൽ മോഹൻലാലിനേക്കും ഉപയോഗിക്കാൻ പറ്റും. പുള്ളി മാത്രമേ അയച്ച് നടക്കില്ല.